തൃപ്പൂണിത്തുറയിലേക്ക് പോയാൽ അവിടെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ അന്വേഷണം നടത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പും. പോലീസ് അന്വേഷണത്തിന് സമാന്തരമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കുന്നു. കുട്ടി പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെത്തി DO വിവരങ്ങൾ ശേഖരിച്ചു. അധ്യാപകർ, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. അഞ്ജലി ശ്രീജിത രാജുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജലി, ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, ഇന്നിപ്പോൾ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഏത് രീതിയിലാണ്? പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിനീത, ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. ആലുവ DO ആണ് ഈ കുട്ടി പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നേരിട്ടെത്തി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം നടത്തിയത്. അധ്യാപകരിൽ നിന്നും കൂടാതെ മാനേജ്മെൻറ്റ് അധികൃതരിൽ നിന്നുമാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുള്ളത്. കൂടാതെ ഈ 2 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണമെന്ന നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് VV ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, അതായത് വിദ്യാഭ്യാസ വകുപ്പിനോട് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതിയെ തുടർന്ന് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇന്ന് അതായത് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ടെത്തി അന്വേഷണം ആരംഭിച്ചത്. കൂടാതെ ഈ പോലീസ് അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഈ സഹപാഠികൾ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിരുന്നു. ആ പേജ് 2 ദിവസം മാത്രമാണ് ആ പേജിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ആ പേജ് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമായിരുന്നു. ഇതിൽ നിന്നാണ് മാതാപിതാക്കൾ ഈ കുറിപ്പ്, അതായത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച, അതായത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇവർ ഈ ഗ്രൂപ്പിലുള്ള ചാറ്റുകളാണ് പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ചാറ്റാണ് അപ്രത്യക്ഷമായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് പോലീസ് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കത്താണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ ചാറ്റുമായി ബന്ധപ്പെട്ട് ചാറ്റിൽ എന്താണ് ഉണ്ടായിരുന്നത്, ഈ ഗ്രൂപ്പ്, അതായത് ഈ ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചത് ആരാണ് തുടങ്ങിയ അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. കൂടാതെ വരും ദിവസങ്ങളിലും, ഇന്നലെ ആയിരുന്നു പോലീസ് നേരിട്ടെത്തി ഈ അധ്യാപകരെയും കൂടാതെ വിദ്യാർത്ഥികളെയൊക്കെ മൊഴിയെടുത്തത്. വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നേരിട്ടെത്തുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ ഇന്ന് വലിയ രീതിയിൽ SFI പ്രവർത്തകരും ഈ സ്കൂള് ഗേറ്റ് തകർത്തുകൊണ്ടുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതരിൽ നിന്നും എല്ലാവിധ ഉറപ്പും ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ലഭിച്ചതോടെയാണ് ഈ മാർച്ച് അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ശരി, അഞ്ജലി ശ്രീജിത രാജന വിവരങ്ങൾ നൽകിയത്.